മകന്റെ മുഖം അവർ തൊട്ടുനോക്കി. കൈവിരലുകളിൽ കണ്ണുനീരിന്റെ ചൂട് അവർക്ക് അനുഭവപ്പെട്ടു. എൻ്റെ മോനെ, നീ കക്കില്ല, എനിക്കറിയാം. മോനെ, നീ കക്കില്ല. എൻ്റെ മോനെ ഒരിക്കലും കക്കില്ല. മോനെ പുറത്തയച്ച ആ മഹാബാബി കുരുപ്പ് പിടിച്ച് ചാവട്ടെ. എൻ്റെ പൊന്നുകാവിലെ ഭഗവതി, ഓന് കുരുപ്പ് കൊടുത്ത് ഓനെ കൊല്ലണേ. ബാക്കിയൊന്നും എനിക്ക് തരണ്ട. ആ മഹാബാബിയെ കൊല്ലണേ ഭഗവതി. എല്ലാ 30 വെള്ളിയാഴ്ചയും എൻ്റെ വക നിറമാല നടത്താം, രക്തപുഷ്പാഞ്ജലി നടത്താം. ആ മഹാബാബി ചാവണേ, വൃദ്ധ ഗദ്ഗദത്തോടെ പറഞ്ഞു. എൻ്റെ അമ്മേ. അയാൾ തൻ്റെ വൃദ്ധമാതാവിൻ്റെ മടിയിൽ തലവെച്ചു കിടന്ന് അധികം ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞു തുടങ്ങി. അയാളുടെ ഭാര്യ ഒരു ഗ്ലാസ് ചൂട് ചായയുമായി പ്രവേശിച്ചപ്പോൾ ആ അപരിചിത രംഗം അവരെ ആശ്ചര്യപ്പെടുത്തി. ഇപ്പം മാധവന് ചായ കൊടുക്കണ്ട മാലതിയെ. ഇപ്പോൾ ചായ കുടിച്ചാൽ പിന്നെ ഓൻ കഞ്ഞി കുടിക്കില്ല. കഞ്ഞി ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ പലകിയിട്ടോ, ഞാനും ഓൻ്റെ കൂടെ കഞ്ഞി കുടിക്കട്ടെ, ചാലിയാത്തി പറഞ്ഞു. അവരുടെ സ്വരത്തിലെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ മരുമകൾ തളർന്നു ദുർബലയായി, വെറും ദാസിയായി. ഒരു പണി പോയാൽ വേറൊരു പണി. നീ സങ്കടപ്പെടേണ്ട മോനെ. നിൻ്റെ അമ്മില്ലേ നിൻ്റെ കൂടെ? വൃദ്ധ മകനോട് ചോദിച്ചു. പുന്നുക്കാവിൽ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ നിന്നുള്ള ശംഖുവിളി ഇരുട്ടിൽ നിന്നുയർന്നു. അതിൻ്റെ അർത്ഥം ഭഗവതി കേട്ടുന്നാ. നമ്മുടെ ഗ്രഹപ്പഴ കാലം അവസാനിച്ചു മോനെ, ഇനി നിനക്ക് നല്ല കാലാ, ചാലിയാത്തി പറഞ്ഞു. വൃദ്ധയുടെ വാക്കുകളിൽ വിശ്വാസമുറപ്പിച്ചുകൊണ്ട് അമ്മിണിക്കുട്ടി ചിരിച്ചു. അവളുടെ കയ്യിലുണ്ടായിരുന്ന വിളക്കിൻ്റെ നാളം ആ മഷി പരന്ന കണ്ണുകളിൽ ചാഞ്ചാടി.